ഗൗതം അദാനിയെക്കുറിച്ചാണ്. ഇന്ത്യയിലെ ധനികനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മോദി സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ കൂടിയിട്ടാണ് ഗൗതം അദാനി. ഈ ഗൗതം അദാനിയുടെ കമ്പനികളിലേക്കായി LICയിൽ നിന്നും ഏകദേശം 33,000 കോടി രൂപയുടെ ഒരു നിക്ഷേപ പദ്ധതി ഗൗതം അദാനിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. വാഷിങ്ടൺ പോസ്റ്റാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. അപ്പോൾ ഇതിനെ തുടർന്ന് LICയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ഇത്തരം ഒരു നിക്ഷേപ പദ്ധതി ഗൗതം അദാനിക്കായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഞങ്ങൾ തയ്യാറാക്കിയിട്ടില്ല. അത് കണക്ക് തന്നെ ഗൗതം അദാനിയുടെ കമ്പനിയും ഔദ്യോഗികമായിട്ട് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം കോൺഗ്രസ് ഇതിൽ ശക്തമായ ആരോപണമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് PSC അന്വേഷണം വേണം, ഇത് മോദാനി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു തട്ടിപ്പാണ് ഇത് അരങ്ങേറുന്നത്. നിലവിൽ ഗൗതം അദാനി കടക്കണിയിലാണ്, അല്ലെങ്കിൽ വിദേശത്തുള്ള കേസുകൾ നമുക്കറിയാം. അദ്ദേഹത്തിന് വായ്പ കൊടുക്കാൻ കഴിയില്ല എന്നുള്ള യൂറോപ്യൻ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അറിയിപ്പുകൾ അദ്ദേഹത്തിന് വന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ജിംസെ, നിലവിൽ ഈ PSC അന്വേഷണം വേണമെന്നും പറഞ്ഞ് കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. LIC പോലെ ഇത്തരത്തിലുള്ള വലിയൊരു നിക്ഷേപ പദ്ധതി ഗൗതം അദാനിക്ക് വേണ്ടിയിട്ട് LIC കൂടിയിട്ട് ചേർന്നുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഓൾറെഡി തന്നെ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക്, അദാനിക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വായ്പാ സ്വീകർത്താവാണ് അദാനി. അത്രയും പണം കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനിടയിലാണ് നമ്മളിപ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ ബാങ്കുകളുടെ ഏകോപനം, കുറേ ബാങ്കുകൾ ഒരുമിച്ചാക്കുന്ന പണിയൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആക്കുന്നത് പോലും അത്രയും ഫണ്ട് സമാഹരിച്ച് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി തന്നെയാണെന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദാനിക്ക് LIC ഫണ്ട് വേണ്ടി വരുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ അദാനി ഗ്രൂപ്പിൻ്റെ മൊത്തം അസറ്റ് എന്ന് പറയുന്നത് ഒരു 6 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ 6 ലക്ഷം കോടി രൂപ അസറ്റുള്ള അദാനി ഗ്രൂപ്പിന് 2.5 ലക്ഷത്തിന് മേൽ കടമുണ്ട്. അസറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പോർട്ടും അതും ഇതൊക്കെ പറയുന്നത് ഇമ്മോബിൾ അസറ്റ് ഉൾപ്പെടെയാണ് ഈ പറയുന്ന അസറ്റ് 6 ലക്ഷം കോടി. കടം എന്ന് പറയുന്നത് 2.5 ലക്ഷം കോടി രൂപയാണ്. അതായത് അദ്ദേഹത്തിനുണ്ട് എന്ന് പറയപ്പെടുന്ന അസറ്റിൻ്റെ പകുതിയോളവും കടമാണ്. അപ്പോൾ അതൊരു ലാർജ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി, അവർ പ്രധാനമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കെ തന്നെ അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. അങ്ങനെ കടമുള്ള കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ ഒരു പ്രശ്നമൊന്നുമല്ല. പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള അമേരിക്കയിൽ 2 കേസ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കേസ്, അമേരിക്കയിൽ അദാനിക്കെതിരായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കേസ് തെറ്റായ വിവരങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ മറച്ചു വെച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിനെ കബളിപ്പിച്ചു എന്നുള്ളതാണ്. അമേരിക്കയിൽ നിന്ന് അദാനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഷെയർ വാങ്ങുന്ന ആളുകൾ കബളിപ്പിച്ചു എന്നുള്ളതാണ് ഒരു കേസ്. ഇന്ത്യയിൽ കൈക്കൂലി കൊടുത്തു. അമേരിക്കയിൽ ചില പദ്ധതികൾ കിട്ടാൻ വേണ്ടി ഇന്ത്യയിൽ കൈക്കൂലി കൊടുത്തു. ഈ 2 കേസാണ് അവിടെ ഉള്ളത്. ഈ കേസ് വന്നതിന് ശേഷം വെസ്റ്റേൺ ഇൻവെസ്റ്റ്മെൻറ്റ്, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അദാനിക്ക് ഗണ്യമായ രീതിയിൽ കുറഞ്ഞു. ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ഈ വിദേശ വായ്പകളും ലഭിക്കാതായി. വിദേശ ബാങ്കുകളിൽ നിന്ന് ഇപ്പോൾ അമേരിക്കയിലെ പ്രോജക്റ്റിന് വേണ്ടി അമേരിക്കൻ ബാങ്കുകൾ പണം കൊടുക്കാതായി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദാനിയുടെ കടത്തിൻ്റെ 50%, അദാനി വായ്പ വാങ്ങിയിട്ടുള്ളതിൻ്റെ 50% ഇന്ത്യൻ രൂപയിലാണ്. ഡോളറിൽ നിന്നുള്ള കടം വാങ്ങൽ അദാനിക്ക് കുറയും, ഇന്ത്യൻ രൂപയിൽ നിന്നുള്ള കടം വാങ്ങൽ കൂടുകയും ചെയ്തു. അതിൻ്റെ കാരണം പുറത്തുനിന്ന് 10 പൈസ കിട്ടാതായി. കിട്ടാത്തതിൻ്റെ കാരണം ഇതിൻ്റെ ഒരു ഇമേജ്, ഈ ഗ്രൂപ്പിൻ്റെ ഇമേജ് ആഗോളതലത്തിൽ ഇടിഞ്ഞു എന്നുള്ളതാണ് അമേരിക്കയിലെ കേസോടുകൂടി. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് ശേഷം അമേരിക്കയിലെ കേസ് വന്നതോടുകൂടി ആഗോളതലത്തിൽ ഇതിൻ്റെ ഇമേജ് ഇടിഞ്ഞു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. അവിടെയാണ് രക്ഷകനായി നരേന്ദ്രമോദി എത്തിയത് എന്നാണ് വാഷിങ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്താണ് അതിൽ പറയുന്നത്? ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്ഥാപനം തയ്യാറാക്കിയ ഒരു ലെറ്റർ, ഒരു പ്ലാൻ, ആ പ്ലാൻ തയ്യാറാക്കുന്നതിൽ നീതി ആയോഗമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു രാജ്യത്തിൻ്റെ ആസൂത്രണം നിർവഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻസി ഒരു കുത്തക മുതലാളിക്ക് വായ്പ ലഭ്യമാക്കാൻ വേണ്ടി നീതി ആയോഗ് ഇടപെടുന്നു. എന്നിട്ട് LIC കത്തയക്കുന്നു. LIC ഈ കത്ത് സ്പീഡപ്പ് ആക്കാൻ വേണ്ടി LIC തിരിച്ചും കത്തയക്കുന്നു. LIC എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രാജ്യത്തെ ഏതാണ്ട് 2.5 കോടി ആളുകൾ പോളിസി എടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അത്രയും ആളുകളുടെ പണം പബ്ലിക് ഫണ്ടാണ്. ആ പബ്ലിക് ഫണ്ട് സാധാരണ രീതിയിൽ LIC നിക്ഷേപിക്കുക സർക്കാർ പ്രൊജക്റ്റുകളിലാണ്. LIC മാത്രമല്ല, അത്തരത്തിലുള്ള ഫണ്ടുകളെല്ലാം സർക്കാർ പ്രൊജക്റ്റിലാണ് നിക്ഷേപിക്കപ്പെടുന്നത്. ഇതൊരു മുതലാളിക്ക് വായ്പ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിപ്പോൾ ഇന്ന് ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്താണ്? ഇന്ത്യയിൽ വലിയ ഫണ്ടുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഉണ്ടായിരുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റഴിച്ചു. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പബ്ലിക് മണി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി
എന്താണ് സ്വകാര്യ മുതലാളിമാരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ആരുടെ വിമാനത്തിലാണ് പ്രചാരണത്തിന് പോയിരുന്നതെന്ന് അറിയാം. അതിനുശേഷം അദാനിയുടെ സമ്പത്തിലുണ്ടായ വളർച്ചയും കഴിഞ്ഞ 10 വർഷം ഉണ്ടായ വളർച്ചയും നമുക്കറിയാം. നമുക്കിപ്പോൾ സ്വന്തമായിട്ട് ഈ രാജ്യത്തിന് സ്വന്തമായിട്ടുള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങളല്ല, പകരം സർക്കാർ വിലാസം മുതലാളിമാരാണ്, അല്ലെങ്കിൽ ഒരു മുതലാളിയാണ്. അതായത് പണം, പ്രധാനപ്പെട്ട പൊതുസ്വത്ത് ഇതെല്ലാം മുതലാളിക്ക് കൊടുക്കുന്നു, സമ്പത്ത് മുഴുവൻ അങ്ങോട്ട് കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ ആ മുതലാളി സർക്കാരിൻ്റെ സ്വന്തം മുതലാളിയാണ്, അത് രാജ്യത്തിൻ്റെ തന്നെ മുതലാളിയാണ്. അപ്പോൾ അദാനി ഗ്രൂപ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കാൻ വേണ്ടി വീഡിയോ എടുക്കുമ്പോൾ തൊട്ടുപുറയിൽ ദേശീയ പതാക വെച്ചിട്ടുണ്ടാവും. ഇന്ത്യയുടെ സ്വന്തം മുതലാളിയായിട്ട് ഞാനാണ് മുതൽ രാജ്യത്തിൻ്റെ മുതൽ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ആൾ ഞാനാണ് എന്നുള്ള ഭാവത്തിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു കുത്തക മുതലാളിയെ വളർത്താൻ വേണ്ടി നയപരമായ തീരുമാനം എടുക്കുന്നത് ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ മുതലാളി പാപ്പരാവാതിരിക്കാൻ, ആ മുതലാളിയുടെ കടബാധ്യത നിറവേറ്റാൻ ഈ രാജ്യത്തെ സാധാരണക്കാരൻ നിക്ഷേപിച്ചിട്ടുള്ള പണമെടുത്ത് അയാൾക്ക് വായ്പ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ആ വായ്പയ്ക്ക് വേണ്ടി നീതി ആയോഗും ധനകാര്യ മന്ത്രാലയവും ഇടപെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം എത്തിപ്പെട്ടിട്ടുള്ള വലിയൊരു ഭീതിതമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പറയുന്നത്. നേരത്തെ റഷ്യയിൽ വ്ളാദിമിർ പുടിൻ അവിടുത്തെ വലിയ വലിയ ഒളിഗാർക്സുകളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പല കഥകളും കേൾക്കാറുണ്ട്. അവിടുത്തെ കുത്തക മുതലാളിമാരുടെ ആളാണ് വ്ളാദിമിർ പുടിൻ താമസിക്കുന്ന കരിങ്കടൽ തീരത്തുള്ള റിസോർട്ട് അത് വേറെ മുതലാളിയുടെയാണ്, പുടിൻ്റെ അല്ല. അത് മുതലാളിയുടെയാണോ പുടിൻ്റേതാണോ എന്നുള്ള തർക്കമൊക്കെ റഷ്യയിലുണ്ടായിരുന്നു. അതുപോലെയാണ് ഇവിടെയും. സ്വന്തമായി പ്രധാനമന്ത്രിയുള്ള മുതലാളി, സ്വന്തമായി മുതലാളിയുള്ള പ്രധാനമന്ത്രി, ഇങ്ങനെ പല രീതിയിൽ റഷ്യയുമായി വളരെ ഒരു പാരലൽ ഇന്ത്യയിൽ ഇപ്പോൾ കാണാൻ കഴിയും. നൗഫലെ, ഈ വലിയൊരു വിഭാഗം മുതലാളിമാർക്ക് വേണ്ടിയിട്ടും ഇതേ നയം തന്നെയാണ് നരേന്ദ്രമോദി പിന്തുടരുന്നത്. ഇപ്പോൾ ഈ LIC മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, നിരവധി ഉദാഹരണങ്ങളുണ്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്ത. മൊത്തത്തിൽ ഇതിനെതിരെ ഒരു പ്രതികരണം വന്നിട്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനൊന്നും വളരെ സീരിയസ് ആയിട്ട് ഈ സർക്കാർ പരിഗണിക്കുന്നില്ല എന്നുള്ളത് കൂടിയിട്ടില്ലേ? സർക്കാർ പരിഗണിക്കാത്ത പോട്ടെ, ഇന്ത്യയിലെ എത്ര മാധ്യമങ്ങൾ ഇതൊരു വാർത്തയാക്കി. വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ഇന്നലെ വന്ന വാർത്തയാണെന്ന് തോന്നുന്നു അല്ലേ? ഇന്നലെ വന്ന വാർത്തയാണ്. അവർ വളരെ എക്സ്ക്ലൂസീവായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തയ്യാറാക്കിയൊരു വാർത്തയാണ്. ആ വാർത്തയെ കോട്ട് ചെയ്തുകൊണ്ട് വാർത്തകൾ കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനൊരു വാർത്തയെ ഇന്ത്യയിലെ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ ഏറ്റെടുത്തു? അദാനിക്കെതിരെ വളരെ വലിയൊരു വാർത്തയാണിത്. കാരണം LIC എന്ന് പറയുന്നത് നമ്മുടെ സാധാരണക്കാർ, ഞാനും സികേഷൊക്കെ ഒരുപക്ഷെ ഉണ്ടാവും, ഉള്ള ആളുകളൊക്കെ നിക്ഷേപിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആളുകൾ ജീവിതം ഭദ്രമാക്കാൻ വേണ്ടി, മരണശേഷവും ജീവിതം ഭദ്രമാക്കാൻ വേണ്ടി നിക്ഷേപിക്കുന്ന സ്ഥാപനമാണ്. അവിടെ അത്രത്തോളം സാധാരണക്കാരുടെ പണം നേരെ നിക്ഷേപിക്കുന്നത് അദാനിക്കാണ്. അപ്പം അത് ഒരു വിദേശ മാധ്യമം കണ്ടെത്തുകയും അത് കൃത്യമായി വാർത്തയായി നൽകുകയും ചെയ്തിട്ടും നമ്മുടെ മാധ്യമങ്ങൾ പോലും അത് ഏറ്റെടുക്കുന്നില്ല. പ്രതിപക്ഷം, കോൺഗ്രസ് പ്രത്യേകിച്ചും അദാനിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയാണ് സാധാരണ അദാനിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കാറുള്ളത്. കോൺഗ്രസിൻ്റെ പ്രതികരണം മാത്രമാണ് ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത്. മറ്റ് പ്രതിപക്ഷ കക്ഷികളാരും പറഞ്ഞതായി കേട്ടിട്ടില്ല. ജയറാം രമേശിൻ്റെ പ്രസ്താവന മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പം സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് പോലും അത്ര വലിയൊരു കടുത്ത സ്വരമൊന്നല്ല വന്നിട്ടുള്ളത്, മാധ്യമങ്ങളും ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അദാനിയുടെ പവർ എത്രത്തോളം ഇന്ത്യയിൽ ഉണ്ട് എന്ന് വ്യക്തമാണ്. എന്നിട്ട് അജിംസ് സൂചിപ്പിച്ചതുപോലെ 2014 പാർലമെൻറ്റ് ഇലക്ഷന് വേണ്ടി മോദി ഉപയോഗിച്ചത് അദാനിയുടെ ജെറ്റാണ്. അപ്പോൾ അദാനി ഈ വിഷയത്തിൽ മറുപടി പറയുന്ന ഒരു കാര്യം വളരെ നമ്മൾ ഓർക്കേണ്ടതാണ്. മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ വലിയ വളർച്ചയുള്ള സ്ഥാപനമാണ് അദാനി ഗ്രൂപ്പ് എന്നാണ്. ശരിയാണ്. മോദി പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് മോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ മുതലേ അദ്ദേഹത്തിന് സഹായം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPയുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് അദാനി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏത് കേസും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രബിന്ദുവായി അദാനിയെ മാറ്റുക, അതിലൂടെ BJP നേട്ടമുണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്ന സമ്പത്ത് ചില ആളുകളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു, അതാണ് രാജ്യത്തിൻ്റെ പ്രശ്നമെന്നാണ് പറയുന്നത്. ഈ പറയുന്ന ആളുകൾക്ക് വേണ്ടി ഇവിടുത്തെ നിയമം അവർക്ക് വേണ്ടി മാറ്റി എഴുതുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അദാനി അവിടെ നിൽക്കട്ടെ, അംബാനിയുടെ കാര്യം, അംബാനിയുടെ മകൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ടല്ലോ, ഒരു മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്, വൻതാര എന്ന് പറയുന്ന പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റ് നമുക്കിപ്പം ഒരു തത്തയെ വീട്ടിൽ കൂട്ടിലിട്ട് സംരക്ഷിക്കാൻ പറ്റില്ല. കാരണം അത് വനം നിയമത്തിനെതിരാണ്. അത് ഇന്ത്യയിലൊട്ടാകെ ആ നിയമമാണുള്ളത്. പക്ഷേ ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? ഏക്കർ കണക്കിന് ഭൂമിയിൽ ഒരുപാട് മൃഗങ്ങളെ, രാജ്യത്തും പുറത്തും ഉള്ള ഒരുപാട് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ അവിടെ കൊണ്ടുവന്ന് സംരക്ഷിക്കുകയാണ്. മൃഗങ്ങളെ കൊല്ലുന്നൊന്നുമില്ല, സംരക്ഷിക്കുകയാണ്.
എന്നിട്ട് അതൊരു പ്രത്യേക പ്രൊജക്റ്റായിട്ട് അയാളുടെ ഒരു ഹോബി പോലെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ വീട്ടിലെ തത്തയെ, ഒരു ഉടുമ്പിനെ, അല്ലെങ്കിൽ ഒരു മുള്ളംപന്നിയെ, അല്ലെങ്കിൽ ഒരു കാട്ടുപന്നിയെ ഒന്നും നമുക്ക് പാർപ്പിക്കാൻ പാടില്ല. നമ്മളൊരു മലയെണ്ണാന് തീറ്റ കൊടുത്താൽ പോലും കേസാണ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള രാജ്യത്ത് ഇവർക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു? അപ്പോൾ ഇത്തരം ആളുകൾക്ക് വേറൊരു നിയമമാണ് ഈ രാജ്യത്തുള്ളത്. അതിന് കേന്ദ്ര സർക്കാരിന് കൃത്യമായ സംരക്ഷണമുണ്ട്. അപ്പോൾ ഈ അദാനിയുടെ കേസിൽ ഇപ്പോൾ ഇത്രയും പണം 3.5 ലക്ഷം കോടി ഡോളർ, അത് 33,000 കോടി അത് നിക്ഷേപിക്കുകയാണ് ആരോടും ചോദിക്കാതെ. അത് രഹസ്യ നീക്കങ്ങൾ നടക്കുന്നു. നീതി ആയോഗിൻ്റെ സഹായത്തോടു കൂടി ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് നിക്ഷേപിക്കുകയാണ്, ആരോടും ചോദിക്കാതെ രഹസ്യമായി ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ടെത്തിയത്, പുറത്തു വന്നത് ഒരു വാർത്തയേ ആവുന്നില്ല, അതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതൊക്കെ രാജ്യത്ത് നടക്കുകയാണ്. അപ്പോൾ നമുക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അദാനി, അംബാനിമാരൊക്കെയാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം.